ഹേ ഗായ്സ്, നമ്മളിന്ന് ദുബായിലെത്തിയിട്ട് 3-4 ദിവസമായിട്ടായിട്ട് ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ പുറത്തിറങ്ങി നടക്കാൻ നല്ല രസമാണ്. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തി ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു പാർക്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ ഉമ്മച്ചി ഉപ്പച്ചി ഇല്ലാതെ ഒറ്റക്കാണ് കേട്ടോ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇവിടെ ഈ ഒരു നട്ടപ്പാതിരക്ക് ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങാനുള്ള ഒരേ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നാടിൻ്റെ ആ ഒരു സെക്യൂറൻസ് മാത്രമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നടന്ന് നമ്മുടെ പാർക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പാർക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ നല്ല അടിപൊളി കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. ഈ അറബികളുടെ കല്യാണം വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ. ഇപ്പോൾ ജെൻസിന്റെ വേറെ സെക്ഷൻ ആയിരിക്കും, ലേഡീസിന് വേറൊരു ഉള്ളിലായിരിക്കും സെക്ഷൻ ഉണ്ടാവുക. അവരുടെ ഡാൻസും പാട്ടും ഒക്കെ കാണാം, വേറെ തന്നെ ഒരു വൈബാണ് ഗൈസ്. അങ്ങനെ കുറച്ചു നേരം അതൊക്കെ കണ്ടിരുന്നു. ഞങ്ങൾ പാർക്കിന്റെ വാക്കിംഗ് ഏരിയയിലൊക്കെ കുറച്ചു നേരം നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഓപ്പൺ ജിം ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറച്ചു നേരം ഓരോ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മള് നേരെ പാർക്കിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയത്തിക്ക് കുറച്ചു നേരം സ്വിംഗ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവളിപ്പം കുറച്ചു നേരം ഊഞ്ഞാലൊക്കെ ആടി കുറച്ചു നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയത്തി ഇത്രയും ടോക്കറ്റീവ് ആകുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് അറിയുന്നുണ്ടായിരുന്നത്. കുറച്ചധികം നേരം തന്നെ ഞങ്ങൾ രണ്ടുപേരും ആ ഒരു ബെഞ്ചിലിരുന്നിട്ട് സംസാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം അവളൊരു 13 വയസ്സുകാരിയാണ്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും എന്തോ ഒരുപാട് വലിയൊരു എന്തോ കണക്ഷൻ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരുന്നു. അങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോകാനുള്ള സമയമായപ്പോൾ അവൾ കുറച്ചു നേരം ആ ഒരു ഗെയിം സെക്ഷനിലൊക്കെ പോയിട്ട് കുറച്ചു നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ റൂമിന്റെ അടുത്ത് തന്നെയുള്ള ഒരു പാർക്ക് ആയതുകൊണ്ട് തന്നെ അവളോട് വരുമ്പോഴൊക്കെ ഈ ഒരു സംഭവങ്ങളൊക്കെ ആക്സസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ബക്കാല കയറിയിട്ടുണ്ടായി. അവിടുന്ന് 1-2 സാധനങ്ങളും ഒരു 7up ഒക്കെ മേടിച്ച് നമ്മൾ നേരെ റൂമിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.